Praise be to the Lord Almighty. അത്യുന്നതനായ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. It's my joy and privilege to be with you all on this virtual platform this evening. ഈ സായാഹ്നത്തിൽ ഇപ്രകാരം ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഇടയായത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. As dear brother Raichan mentioned, it was my plan to be in your state during the month of April, but the Lord had different plans. പ്രിയ രായിച്ചാൻ ഓർമ്മിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സഹോദരൻ കുവൈറ്റിൽ നമ്മോടൊപ്പം ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ചുവെങ്കിലും ദൈവത്തിന്റെ ഹിതം മറിച്ചായിരുന്നു. However, I really consider this as a blessed opportunity to meet you all and also to share God's word. എന്നാൽ ഇത് നിങ്ങളെ എവരെയും കാണുവാനും ദൈവവചനം ശുശ്രൂഷിക്കുവാനുമുള്ള നല്ല ഒരു അവസരമായിട്ട് ഞാൻ കരുതുകയാണ്. And I would like to thank the oversight of the assembly for providing me this opportunity. ഈ നിലയിലുള്ള സാവകാശമൊരുക്കിയ സഭയുടെ ചുമതലപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. And it's my prayer and desire, even as we meditate God's word today, it will be a blessing to all of us. ഇന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരണം എന്ന് ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. Just want to share a couple of sentences about my background. എന്റെ പശ്ചാത്തലം അല്പവാചകങ്ങളിൽ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. I was born and brought up in Tamil Nadu. ഞാൻ തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. My parents were serving the Lord at a place called Ayakudi, which is in Madurai district. മധുര ഡിസ്ട്രിക്റ്റിലുള്ള ആയക്കുടി എന്ന സ്ഥലത്ത് എന്റെ മാതാപിതാക്കൾ കർത്താവിനെ സേവിച്ച് വരികയായിരുന്നു. Both of them are with the Lord now. അവരിരുവരും ഇപ്പോൾ കർത്താവിനോട് കൂടെയാണ്. After my college studies, the Lord led me into full-time missions, and I served the Lord as part of UESI for 7 years. എന്റെ ബിരുദ കോളേജ് വിദ്യാഭ്യാസ ശേഷം ദൈവ ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ നയിക്കുകയും 7 വർഷങ്ങൾ UESIയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ഇടയാവുകയും ചെയ്തു. And later, the Lord led me to Bangalore for my theological studies. I served in the same college for a very short time. Then in 2012, the local assembly commended me for the Lord's service along with the assembly. അതിനുശേഷം ഞാൻ എൻ്റെ വേദപഠനത്തിനായിട്ട് ബാംഗ്ലൂരിലേക്ക് എത്തി. അവിടെ പഠനശേഷം ചില നാളുകൾ അതേ കോളേജിൽ തന്നെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 2012 എൻ്റെ പ്രാദേശിക സഭ എന്നെ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ചു. I am married. The Lord has blessed us with 2 children. My daughter, Kripa, and she's just entering the college this year. And my son, he is in class 6th. എനിക്ക് 2 കുട്ടികളുണ്ട്. മകൾ കൃപ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലേക്ക് പ്രവേശിക്കുന്നു. മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. And as dear brother mentioned, I was diagnosed with the same malignant tumor in the year 2017, but the Lord has been so faithful. He has sustained me over the last 3 to 4 years. പ്രിയ സഹോദരൻ ഓർമ്മിപ്പിച്ചതുപോലെ ഞാനും സമാനമായിട്ടുള്ള ക്യാൻസർ ബാധിതനായിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് തുടരുന്നു. 2017 ആ നിലയിൽ അത് അറിയുവാനായിട്ട് കഴിഞ്ഞു. ദൈവം ഇതുവരെയും കരുതി. And I'm so grateful to God that he still continues to strengthen me to serve him. കർത്താവിനെ സേവിക്കുവാനായിട്ട് കർത്താവ് പിന്നെയും എന്നെ ശക്തീകരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And I would request your prayers for me if you happen to remember me. എന്നെ നിങ്ങൾ ഓർത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. And I also want to thank the assembly for encouraging dear brothers and sisters to join MAS course. MAS കോഴ്സിന് ജോയിൻ ചെയ്യുവാനായിട്ട് സഭയിലുള്ള സഹോദരി സഹോദരന്മാരെ പ്രോത്സാഹിപ്പിച്ചതിന് സഭയോടുള്ള നന്ദിയും വിശേഷാൽ അറിയിക്കുന്നു. And I also would like to encourage many of you, if you are still considering, if you still have an opportunity, please do join. The admissions is still open, and it will be a great blessing for your spiritual journey. നിങ്ങൾ ആരെങ്കിലും ഇനിയും ആ കോഴ്സിന് ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവസരമുണ്ട്.
തീർച്ചയായിട്ടും അതിനെ ജോയിൻ ചെയ്ത് പഠിക്കുവാനായിട്ട് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. This evening, I would like to draw your attention to a very, very familiar verse in the book of Philippians. ഫിലിപ്പിയ ലേഖനത്തിലെ വളരെ പരിചയമുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ക്ഷണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I'm sure most of you who are brought up in a Christian home, you would have sung this chorus, "Rejoice in the Lord." നിങ്ങൾ ഏറിയ പങ്കാളുകളും ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായതുകൊണ്ട് റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ള ആ ഗാനം പാടിയിട്ടുള്ളവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. And as we all know, this is a verse that comes in the book of Philippians, which is written by Apostle Paul. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഫിലിപ്പിയ ലേഖനത്തിലാണ് ഒരു വാക്യത്തിൽ നിന്നാണ് ഈ ഗാനം ഉരുവായിട്ടുള്ളത്. And I want you to take a look at this verse again this evening. ഇന്ന് സായാഹ്നത്തിൽ ഈ വാക്യത്തിലേക്ക് വീണ്ടും നിങ്ങളുടെ നോട്ടം ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. Rejoice in the Lord always. Again, I will say, rejoice. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. But I want you to take a moment and ask this question. Is it really possible to rejoice in the Lord in a situation like this? ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ വാസ്തവമായും ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുമോ എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Since the last 5 or 6 months, we all know what is happening. കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Many of our own people have lost their lives. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ തന്നെ അനേകർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു. Many of our beloved ones are still struggling. നമ്മുടെ പ്രിയപ്പെട്ട അനേകര് ഇപ്പോഴും രോഗാവസ്ഥയിൽ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. And COVID-19 is not just a health crisis, it has affected almost every aspect of our lives. COVID-19 എന്ന് പറയുന്ന ഈ മഹാമാരി കേവലം ഒരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല, എല്ലാ തലങ്ങളെയും അത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. Many of our young people, they are finding uncertainty even in their job situation. നമ്മുടെ യുവാക്കളായ അനേകർക്ക് അവരുടെ ജോലി സ്ഥലങ്ങളിൽ അനിശ്ചിതത്വം അനുഭവപ്പെടുന്നു. Recently, I met a young man who just graduated from his engineering degree, and he said, what a worst time to graduate from college. അടുത്ത സമയത്ത് എഞ്ചിനീയറിംഗ് പാസ്സായ ഒരു വിദ്യാർത്ഥിയോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു എഞ്ചിനീയറിംഗ് പാസ്സാകുന്നതിൽ എത്രയോ കഷ്ടകരമായ ഒരു വർഷത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന്. And he was talking about the whole issue of who will hire me now. എന്നെ ആര് ജോലിക്ക് എടുക്കും എന്നുള്ള നിലയിൽ താൻ സംസാരിക്കുകയുണ്ടായി. And of course, we all know even young children are forced to sit at home and attend online classes. It's very, very frustrating. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഭവനത്തിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണ്. അത് തന്നെ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. And I also met a young man who recently stepped into full-time missions from his job. He resigned his job and entered into full-time. We were there to commend him for the Lord's work in the month of March, and 1 week after that, the lockdown. ഞാൻ മറ്റൊരു യുവ സഹോദരനെ പരിചയപ്പെടുകയുണ്ടായി. താന് കഴിഞ്ഞ മാർച്ചിൽ തന്റെ ജോലി വിട്ട് പൂർണ്ണസമയ സുവിശേഷയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞു തന്റെ സഭയിൽ നിന്ന് ആ നിലയിലുള്ള കമന്റേഷൻ ലഭിച്ചു. His question now is, no, why did the Lord call me into missions at a time like this? താൻ ഇപ്രകാരം ചോദിക്കുകയുണ്ടായി, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ദൈവം എന്നെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്? I'm not able to go out and meet people or share the gospel. So why at a time like this? എനിക്ക് പുറത്തുപോയി സുവിശേഷം പറയുവാനോ ആളുകളെ സന്ധിക്കുവാനോ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ദൈവം എന്നെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു? Brothers and sisters, I want you to pause here and ask this question. Is it really possible to rejoice in the Lord in a situation like this? അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ
നമുക്ക് വാസ്തവമായും ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ കഴിയുമോ എന്ന് ഒരു നിമിഷം നിങ്ങളൊന്ന് നിന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. Maybe now Paul's exhortation may sound like unrealistic, very illogical. പൗലോസിന്റെ ഈ ആഹ്വാനം യുക്തിക്ക് നിരക്കാത്തതാണ്, സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്നതല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. I don't know what you are going through at this point of time, but I want you to ask yourself, why is that I'm not able to rejoice in the Lord? നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങളോട് തന്നെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയാത്തത്? Dear brothers and sisters, if you look at the circumstances in which Paul wrote this verse, humanly speaking, there was nothing in his life to rejoice. പ്രിയ സഹോദരി സഹോദരന്മാരെ, അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യം എഴുതുന്ന സമയത്ത് മാനുഷികമായി പറഞ്ഞാൽ സന്തോഷിക്കുവാനായിട്ട് യാതൊരു സാധ്യതയും ഉണ്ടായിരുന്ന സമയമായിരുന്നില്ല. He was confined to 4 walls in the city of Rome. റോമിലെ 4 ഭിത്തിക്കുള്ളിൽ താൻ അടച്ചിട്ടിരിക്കപ്പെടുകയാണ്. And we read about the circumstances that led to this situation from the book of Acts, chapter 21 to 28. അപ്പോസ്തലപ്രവൃത്തി 21 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ തന്നെ ഈ പ്രത്യേക സാഹചര്യത്തിലേക്ക് എത്തിച്ച സംഭവങ്ങളുടെ ഒരു വിശദീകരണം കാണുവാൻ കഴിയും. Paul went through very, very traumatic experience. വളരെ നാടകീയമായിട്ടുള്ള അനുഭവത്തിലൂടെ പൗലോസ് കടന്നു പോകുന്നതായിട്ട് നാം കാണുന്നു. Traumatic. വളരെ Now, if you look at Acts chapter 21 to 28, we see that he was arrested, falsely accused by Jewish leaders. അപ്പോസ്തലപ്രവൃത്തി 21 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തന്റേതല്ലാത്ത കുറ്റത്തിന് പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. He didn't get a fair trial before the Jewish court. യഹൂദന്മാരുടെ കോടതിയിൽ തനിക്ക് ശരിയായിട്ടുള്ള ഒരു വാദപ്രതിവാദത്തിനുള്ള സാഹചര്യം ലഭിച്ചില്ല. So he appealed to Caesar using his Roman citizenship. തന്റെ റോമ പൗരത്വം ഉപയോഗിച്ച് കൈസറിന് താൻ അഭയം ചൊല്ലുകയായിരുന്നു. And on the way, as he was taken to Rome, they had the storm and the shipwreck. താന് റോമിലേക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ വലിയ കൊടുങ്കാറ്റുണ്ടായി, കപ്പൽ ഛേദം സംഭവിച്ചു. They were almost on the verge of death. That's what he writes. അവര് മരണത്തിന്റെ വക്കോളം എത്തി. വാസ്തവത്തിൽ അതാണ് അദ്ദേഹം അവിടെ എഴുതുന്നത്. And finally, when he reached Rome, he was confined to a house. താന് അവസാനം റോമിൽ എത്തിയ ശേഷം ഒരു വീട്ടു തടങ്കലിൽ ആയിരിക്കാനായിട്ട് ഇടയായി തീർന്നു. When we read Acts chapter 28, we are told that he hired a house and he was waiting for the trial. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് പൗലോസ് തന്നെ സ്വന്തമായിട്ട് വാടകയ്ക്കെടുത്ത ഒരു ഭവനത്തിൽ താമസിച്ചുകൊണ്ട് തന്റെ വിസ്താരത്തിന് വേണ്ടി കാത്തിരുന്നു എന്നാണ്. And there was so much of delay. അതിന് വളരെ കാലതാമസം ഉണ്ടായി. We don't know what was the reason, but Paul had to wait for this almost 2 long years. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും നാം അവിടെ കാണുന്നത് ദീർഘമായ 2 വർഷത്തോളം ഈ വിസ്താരത്തിന് വേണ്ടി പൗലോസിന് കാത്തിരിക്കേണ്ടി വന്നു. Now, if you just look at the mental situation or the circumstances, his past very, very traumatic experiences. അപ്പോസ്തലനായ പൗലോസിന്റെ മാനസികാവസ്ഥ നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വാസ്തവത്തിൽ തനിക്ക് വളരെ ഭയാശങ്ക ഉണ്ടാകുന്ന, തന്നെ തകർത്തു കളയുന്ന ഒരു അവസ്ഥയിലൂടെ താൻ കടന്നു പോവുകയാണ്. And if you look at Paul's present situation, he was confined to a house. His freedom was limited. He could not go out. And this went on and on and on for 2 long years. തന്റെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ ഒരു വീട്ടു തടങ്കലിലായിരിക്കുകയാണ്. 4 ഭിത്തിക്കുള്ളിൽ താൻ ആയിരിക്കുന്നു. വെളിയിൽ പോകുവാൻ കഴിയാതെ ആ സാഹചര്യം തുടർന്ന് 2 വർഷത്തോളം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
I would say that is the perfect lockdown situation. വാസ്തവത്തിലുള്ള ലോക്ക്ഡൌൺ അവസ്ഥ എന്ന് പറയുന്നത് അതാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. And then if you also look at future from his perspective, തന്റെ വീക്ഷണകോണിൽ നിന്ന് ഭാവിയെ ഒന്ന് വീക്ഷിച്ചാൽ, Paul had no clue how this trial was going to end and what would be the verdict. തന്റെ ഈ വിസ്താരം ഏത് നിലയിൽ പര്യവസാനിക്കും, എന്തായിരിക്കും തന്റെ വിധി എന്നുള്ളതിനെ കുറിച്ച് തനിക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല. In fact, when you read chapter 1, Paul is even contemplating about the possibility of death. ഒന്നാം അധ്യായം നാം വായിക്കുമ്പോൾ തന്റെ മരണസാധ്യത പോലും പൗലോസ് എടുത്തു പറയുകയാണ്. So put them all together. Past, very, very traumatic. Present, you have no clue, you're locked down. And future looks uncertain. തന്റെ ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. പിന്നിട്ട നാളുകൾ വാസ്തവത്തിൽ വളരെ തകർക്കപ്പെടുന്ന, വളരെ ഭയാശങ്ക നിറഞ്ഞ സമയങ്ങൾ. ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ താന് തടങ്കലിലായിരിക്കുന്നു. ഭാവിയിലേക്ക് നോക്കിയാൽ തനിക്ക് ഒന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഈ ചുറ്റുപാടിലാണ് താൻ ഇപ്പോൾ ആയിരിക്കുന്നത്. And as we all know, there were many churches which would have prayed for Apostle Paul. നമുക്കറിയാം, അനേക സ്ഥലം സഭകൾ അപ്പോസ്തലനായ പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. And one church went one step ahead. They sent a messenger to meet Paul in Rome. അവരിൽ ഒരു സഭ ഒരു പടി കൂടെ മുന്നോട്ട് പോയിട്ട് അവരുടെ ഒരു ദൂതനെ പൗലോസിന്റെ അടുക്കിലേക്ക് അയച്ചു. That was the church at Philippi. അത് ഫിലിപ്പിയയിലെ സഭയാണ്. They sent him a love gift. ഒരു സ്നേഹ സമ്മാനം, ഒരു കൂട്ടായ്മ തനിക്ക് അവർ അയച്ചു കൊടുത്തു. Knowing that Paul was in need, they wanted to extend their hand of support. പൗലോസ് വിവിധ ആവശ്യത്തിൽ ഇരിക്കുന്നത് മനസ്സിലാക്കി അവരുടെ പിന്തുണ നൽകുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. So this letter that we have in the New Testament, called as the epistle written to the Philippians, is actually a thanksgiving letter written by Apostle Paul to his beloved church in Philippi. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ഈ ലേഖനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഫിലിപ്പിയയിലെ സഭയ്ക്ക് താൻ ഒരു നന്ദി കത്ത് എഴുതുന്നതാണ്. So far I have set the background so that we understand what Paul is writing here. പൗലോസ് ഇവിടെ എഴുതുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് അതിന്റെ പശ്ചാത്തലമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. When we look at this first chapter, Paul is actually acknowledging, പൗലോസ് തന്റെ ജീവിതത്തിൽ ആ സമയത്ത് നേരിടുന്ന ആ പ്രശ്നങ്ങളെ he acknowledges it. He is not enjoying the experience. ഇതേപോലെ 4 ചുവരിന്റെ ഇടയ്ക്ക് when he is confined to Rome, he is not saying, no, this is okay with me. In fact, നമ്മൾ ഈ 1-ാം അധ്യായം 2-ാം അധ്യായം രണ്ടും വായിച്ചു നോക്കുമ്പോൾ Paul clearly mentions that he is in chains, he is bound. അതുപോലെ we also read in chapter 1 verse 15, Paul is saying there are people who is trying to add affliction. പൗലോസ് പറയുക, തന്റെ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആ സമയത്ത് തന്റെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ കൂടെ ഇനിയും ബുദ്ധിമുട്ടുകൾ ചേർക്കുവാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. So Paul is saying he is facing a difficulty. He is not enjoying this experience. Not only that, dear brothers and sisters, when we come to chapter 2 verse 27, Paul mentions God showed him mercy, and then Paul is talking about his own anxiety. Paul is saying, I was anxious. And this particular situation, if you read through chapter 2, you realize that the messenger from the church at Philippi, he became sick while visiting Paul. So that brought about anxiety. But when he writes about that, Paul is saying, God showed me mercy. He spared me from sorrow upon sorrow. Anxiety upon anxiety. And അർത്ഥം എന്തുവാ?
അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. He was already anxious. He was bound. He was under affliction. He was feeling very, very anxious. അപ്പൊ പൗലോസ് ഇവിടെ പറയുന്നില്ല എനിക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ല എന്ന് പൗലോസ് പറയുന്നില്ല. He is not saying no, I am having a good life in Rome. He is acknowledging. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ പ്രയാസങ്ങളിൽ കൂടെ ബുദ്ധിമുട്ടുകളിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ there is nothing wrong in acknowledging a reality. ചില വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. I have met some brothers and sisters who would not like to share with others what they are going through. പലപ്പോഴും എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിലും ഒരു ചിരിച്ച മുഖത്തോടെ കാണണം, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർക്ക് കാണിക്കുന്നു എന്നുള്ള ചിന്തയിൽ sometimes no, people don't share what they are going through. But here, if you look at Paul, he acknowledges, yes, I am going through difficulty. In Rome, I am afflicted. I am bound. I am also anxious. പ്രിയപ്പെട്ടവരെ, then if you look at what Paul is writing, this is where I want to point out. Paul here, he writes in the first chapter. If you look at first chapter, ആദ്യത്തെ 11 വാക്യങ്ങളിൽ പൗലോസ് എല്ലാ ലേഖനങ്ങളിലും എഴുതുന്ന പോലെ he is sending greetings to the church at Philippi. He is also recalling his previous association. പൗലോസും ഈ ഫിലിപ്പിയ സഭയുമായിട്ടുള്ള ഉണ്ടായിരുന്ന ബന്ധം ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുവാണ് പോള്. അതിനുശേഷം only in verse 12 Paul is now coming to the main aspect of his letter. അപ്പൊ ഈ 12-ാം വാക്യം തുടങ്ങുന്നത്, just have a look at that. 12-ാം വാക്യം, chapter 1 verse 12. Now I want you to know, brethren, that my circumstances. പൗലോസ് തുടങ്ങുന്നത് തന്നെയും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതാണ് അറിയണമെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത്. I want you to know this, brethren. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫിലിപ്പ സഭ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. They were praying for Paul from the time they heard that he was imprisoned in Rome. They also supported Paul. They were well-wishers of Paul. So they were really concerned about this man. They wanted to know what was happening to him. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു സഭയാണ് ഈ ഫിലിപ്പ് സഭ. അപ്പൊ അവർക്ക് എഴുതുന്ന ഈ ലേഖനത്തില് പൗലോസ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പൗലോസ് പറയുക, പ്രിയപ്പെട്ടവരെ, ഇതാണ് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. I want you to know this about me, what is happening in my life. പ്രിയപ്പെട്ടവരെ, after verse 12, if you read through this epistle till the end of it, 4-ാം അധ്യായത്തിന്റെ ആ ലാസ്റ്റ് വരെ ഈ ലേഖനം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ പൗലോസിന് പറയാനുള്ളത് ഇതാണ്. This is what Paul wanted them to know. എന്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. I have some problems. I am afflicted. I am anxious. I am bound. Yet I rejoice in the Lord. എന്റെ ജീവിതത്തിലെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ എല്ലാം ഞാൻ കടന്നു പോകുന്നുണ്ട്. എന്നാലും I am rejoicing in the Lord. കർത്താവിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ, when somebody is afflicted, when somebody is going through anxious times, when somebody is bound, and Paul is literally bound. Maybe many of us, we are not literally bound, but allegorically we can perhaps think that we are bound. എന്നാൽ ഈ രീതിയിലുള്ള ഒരു വ്യക്തിക്ക് ഇതൊക്കെ മറന്നിട്ട് എങ്ങനെയാണ് കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്നത്? How is it possible for someone to rejoice in spite of what he or she is going through? Because of this I rejoice. പൗലോസ് അങ്ങനെയാ പറയുന്നത്. Because of this, ഈ കാരണങ്ങൾ കൊണ്ട് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വെറുതെ ആരും സന്തോഷിക്കൂല, അല്ലെ? വെറുതെ ആരും റിജോയ്സ് ചെയ്യൂല. I mean, there should be some reason.
Now, if you see somebody, happy without a reason, there might be some other reason for it. Okay, maybe he's a crack, he's not in his senses, or maybe he's hooked onto something. Okay, but if a sensible person, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കിയതിനു ശേഷവും if he or she is able to rejoice, there must be some reasons. അപ്പൊ പൗലോസിന്റെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള വക എന്തുവാണ്? What are the reasons why Paul was able to rejoice? If you look at the reasons that he is writing in this epistle, ചില വാക്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. I want to point out just a few verses. Philippians 1 verse 3 and 4. I thank my God upon every remembrance of you, always in every prayer of mine, making request for you all with joy. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് പൗലോസ് ഇവിടെയാണ് സന്തോഷം എന്നുള്ള വാക്ക് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നത്. പൗലോസ് ആദ്യം പറയുന്നത്, എൻ്റെ ഉള്ളിൽ എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം, എൻ്റെ പ്രയാസങ്ങളുടെ ഇടയ്ക്ക്, എൻ്റെ കഷ്ടതയുടെ ഇടയ്ക്ക്, എൻ്റെ ആങ്സൈറ്റിയുടെ ഇടയ്ക്ക് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്തെന്ന് പൗലോസ് പറയുന്നത്, I thank my God upon every remembrance of you. This is what Paul is saying. When I think of you, my dear brethren, how the Lord is guiding you, how the Lord is helping you to grow spiritually, that brings me joy. പൗലോസിന്റെ ജീവിതം നമുക്കറിയാലോ. തൻ്റെ ജീവിതത്തിൽ പൗലോസിനുണ്ടായിരുന്ന ഏക വലിയ ആഗ്രഹം താൻ പ്രവർത്തിക്കുന്ന ആ ആൾക്കാരുടെ ഇടയ്ക്ക് ദൈവത്തിന്റെ മഹത്വം കാണാനാണ് പൗലോസ് ആഗ്രഹിച്ചത്. And now if you look at this situation here, Paul is saying, in spite of my trouble, in spite of my affliction, in spite of my anxiety, I'm still able to hear that you are growing in the Lord. That gives me great joy. And I'm also grateful to God for that. എൻ്റെ പ്രയാസമൊന്നും അത് വെറുതെ ആയി തീർന്നില്ല. I am seeing that you guys are growing. I rejoice in that fact. പ്രിയപ്പെട്ടവരെ, അതേ അധ്യായത്തിന്റെ if you look at verse 18, okay, verse 18, chapter 1, verse 18. What then? Only that in every way, whether in pretense or in truth, Christ is preached, and in this I rejoice, yes, and will rejoice. ആ പാസേജ് ഒന്ന് വായിച്ചു നോക്കിയാൽ പൗലോസിന് സന്തോഷിക്കാനുള്ള കാര്യമല്ല അവിടെ സംഭവിച്ചത്. When Paul was in Rome, when he was confined to the house, there were many of his contemporaries, some of his co-workers, maybe some of the other leaders. They worked against Paul. പൗലോസിന് എതിരെ അവർ പ്രവർത്തിച്ചു. പൗലോസോട് പറയുക, they wanted to add affliction to what I'm already going through. എൻ്റെ ജീവിതത്തിലുള്ള ആ പ്രയാസങ്ങളുടെ ഇടയ്ക്ക് ഇച്ചിരയും കൂടെ എനിക്ക് പ്രയാസം കൂട്ടുവാൻ വേണ്ടി ഒരു ചിലർ പ്രവർത്തിക്കുന്നു. അത് പൗലോസ് അറിഞ്ഞു. എന്നിട്ടും പൗലോസ് ഇവിടെ പറയുക, ഞാന് ഇതിലും ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്നു. എന്താണത്? നല്ല മനസ്സോടായാലും ഇല്ലെങ്കിലും ചിലര് കർത്താവിനെ കുറിച്ച് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നു. The gospel is still proclaimed. Whether they do it to add affliction to me or not, whether they're doing it with a good intention or not, yet I rejoice in the fact gospel is preached. അപ്പൊ പൗലോസിന്റെ ഹൃദയത്തിൽ സന്തോഷം നൽകിയ വേറൊരു കാര്യം, ഞാൻ ഈ അവസ്ഥയിലായാലും എൻ്റെ കർത്താവിനെ കുറിച്ച് ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്. ഗോസ്പൽ ഇസ് പ്രീച്ച്ഡ്. അതിനെക്കുറിച്ച് ഞാൻ അറിയുമ്പോൾ എൻ്റെ ഉള്ളം സന്തോഷിക്കുന്നു. ബിക്കോസ് ഓഫ് ദിസ് ഐ റിജോയ്സ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 17-18 കൂടെ നോക്കിയാൽ, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 17 and 18, verse 17 and 18 of chapter 2. Yes, and if I am being poured out as a drink offering,
on the sacrifice and service of your faith, I am glad and rejoice with you all. For the same reason, you also be glad and rejoice with me. പ്രിയപ്പെട്ടവരെ, പൗലോസ് ഇവിടെ പറയുന്നത് എന്റെ ജീവിതം, Paul is using a very particular phrase here. He is saying, my life is being poured out as a drink offering. If you know the background of this, Paul realized that he is perhaps at the fag end of his life. He is realizing that he may not have many more years to live, because the word drink offering refers to the last part of a sacrifice in the Old Testament times. When you see the priest take a cup of water or wine and pour it onto the altar, you know, by watching that, you know the sacrifice is almost coming to an end. ആ യാഗം കഴിയാറായെന്നുള്ളതാണ് ഈ ഡ്രിങ്ക് ഓഫറിംഗ് കാണിക്കുന്നത്. Paul is using the same phrase here. എന്താ പൗലോസ് പറയുന്നത്? എന്റെ ജീവിതത്തിന്റെ ഈ അവസാന സമയങ്ങളിൽ പോലും my life is still productive. It is still being used for God's glory. നിങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി എന്റെ ജീവിതം ഇപ്പോഴും പ്രയോജനപ്പെടുന്നു. അത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. And then if you look at verse 10 of chapter 4, dear brothers and sisters, chapter 4 verse 10, but I rejoiced in the Lord greatly that now at last your care for me has flourished again. പൗലോസ് ഇവിടെ സന്തോഷിക്കുന്ന വേറൊരു കാര്യം, എന്നെക്കുറിച്ച് ഓർക്കുവാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നെ സഹായിപ്പാനും നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നല്ലോ. എന്റെ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും എനിക്ക് വേണ്ടി നിൽക്കുവാൻ ഒരു ചിലരെ ദൈവം ഒരുക്കിയല്ലോ. ഇത് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. Brothers and sisters, Paul is able to rejoice knowing that there are people who are praying for him. There are people who are supporting him. And therefore, he is grateful to God and he is also rejoicing. Brothers and sisters, Paul had a beautiful mindset. ഇന്ന് അതാണ് നിങ്ങളുടെ അടുത്ത് ചുരുക്കമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. He had a beautiful mindset. തൻ്റെ ജീവിതത്തിന്റെ ആ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, തൻ്റെ ജീവിതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അൺസർട്ടനിറ്റീസും അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻസ് പ്രിവെയിൽ ആയാലും അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് Paul had this beautiful mindset to look for brighter spots in life. പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ ജീവിതം ഞാൻ ആദ്യമേ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞല്ലോ, എല്ലാം ഇരുളാണ്, എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇരുട്ടാണ്. ആ ഇരുട്ടിന്റെ ഇടയിൽ തന്നെയും പൗലോസ് നോക്കിയത് കുറച്ച് അവിടെയും ഇവിടെയുമായിട്ട് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ പ്രകാശമായ ആ എക്സ്പീരിയൻസസ്. He looked for the brighter spots. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകുമ്പോൾ, ആങ്സൈറ്റിയുടെ സമയത്ത്, അഫ്ലിക്ഷന്റെ സമയത്ത്, when we are bound, our life is bound, many a time we are not able to rejoice. You know why? Our eyes are so focused on the gloomy side. നമ്മുടെ ജീവിതത്തിന്റെ ആ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള ആ ഇരുട്ടേറിയ ആ സന്ദർഭങ്ങൾ, അതിലോട്ട് നമ്മുടെ കണ്ണുകൾ അധികം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് we are not able to rejoice. We are not able to be grateful to God. This is a beautiful hymn, right? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇംഗ്ലീഷ് ഹിമ്മാണ്. Count your blessings, name them one by one. അല്ലേ? Name them one by one. Count your blessings, many blessings. See what God has done. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഇതിന് സമയം എടുക്കാത്തതാണ് റിജോയ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. Because no, we are not able to look into our own life and see how the Lord has led us thus far.
ഇതുവരെയും നമ്മെ നടത്തിയ ദൈവം, ദൈവത്തിന്റെ കരത്തിന്, ദൈവത്തിന്റെ ആ കൈകളെ നമുക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ നിന്ന് സന്തോഷിക്കാനോ ദൈവത്തെ സ്തുതിക്കുവാനോ പലപ്പോഴും നമുക്ക് പറ്റാത്തത്. But instead of that, if you have the mindset of Paul, you may be going through a difficult time. Brothers and sisters, I am not assuming that most of you may be going through a very difficult time, a difficult phase in your life. But in the midst of that, if you take some time to pause and look at your own life, how the Lord has led you thus far, and you start counting your blessings, naming them one by one, it will surprise you what the Lord has done. ഞാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കട്ടെ, പറയട്ടെ. I'm sure some of you would have heard this name, Matthew Henry, a very famous Bible commentary writer. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ, 16th century, long back he lived, an amazing man of God. അപ്പൊ ഈ മാത്യു ഹെൻറിയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി. Once, when he was in the public, somebody stole his purse. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് ആരാണ്ട് എടുത്തോണ്ട് പോയി, കട്ടോണ്ട് പോയി. അപ്പൊ അത് ഓർത്ത് ഭയങ്കര വിഷമമായിരുന്നു മാത്യു ഹെൻറിന്. He came back home and then he was sitting there and he was brooding over this. യോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എൻ്റെ കാശ് പോയല്ലോ, എന്നെ ഒന്ന് എൻ്റെ കയ്യിൽ നിന്നുള്ളത് സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോയല്ലോ. He was so upset over this. എന്നാൽ കുറച്ച് നേരത്തിന് ശേഷം മാത്യു ഹെൻറി വാസ് തിങ്കിങ് ടു ഹിംസെൽഫ്, തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. I am a preacher of the gospel. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, I can rejoice at all times. I can bless the Lord at all times. എൻ്റെ കർത്താവിനെ എപ്പോഴും എനിക്ക് സ്തുതിക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ വേദപുസ്തകം പറയുന്നത്. എന്നിട്ട് മാത്യു ഹെൻറി ചിന്തിച്ചു, ഇതാ എൻ്റെ കയ്യിലുള്ള കാശ് പോയി, എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് വേറൊരാൾ കട്ടോണ്ട് പോയി, ഇത് ഞാൻ ഓർത്തിട്ട് എങ്ങനെയാണ് സ്തുതിക്കുന്നത്? How can I rejoice in this situation? I have lost the purse. How can I be grateful to God even in this situation? അപ്പൊ ഇങ്ങനെ ഓർത്തോണ്ട് മാത്യു ഹെൻറി തൻ്റെ സമയം ചെലവാക്കിയപ്പോൾ he took a paper, ഒരു പേപ്പർ, കടലാസ് എടുത്തിട്ട് അതിൽ മാത്യു ഹെൻറി ചില കാര്യങ്ങൾ എഴുതി. Firstly, I thank God, this is the first time I was stolen. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ കട്ടോണ്ട് പോയത്. അതിൻ്റെ അർത്ഥം ഇതുവരെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല, അതിനുവേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Then he wrote, I thank God, secondly, although he took my purse, he didn't take my life. എൻ്റെ പേഴ്സ് അവൻ എടുത്തോണ്ട് പോയി, എന്നാൽ എൻ്റെ ജീവിതത്തിനെ അവൻ നശിപ്പിച്ചില്ല ആ കള്ളൻ. ദൈവമേ, അതിനായി നിനക്ക് നന്ദി. മൂന്നാമത് he wrote, I thank God, thirdly, although I have lost some money, I still have money at home. I thank God for that. എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന കാശ് മൊത്തം അവൻ എടുത്തോണ്ട് പോയി, എന്നാലും എൻ്റെ കയ്യിൽ വീട്ടിൽ ഇപ്പോഴും ചെലവാക്കാൻ കുറച്ച് കാശ് ഇരിപ്പുണ്ട്. ദൈവമേ, അതിനായി നിനക്ക് നന്ദി. You know what? Fourthly, this is classic. Fourthly, Matthew Henry, he wrote down, fourthly, Lord, I thank you because I am not the one who stole, rather he is the one who stole me. പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് വേറൊരാളുടെ കട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നില്ലല്ലോ ദൈവമേ. I don't have to live a life stealing other people. Lord, I praise you. I thank you for that. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു വാസ്തവമാണെന്നറിയോ? I tell you, whatever you're going through right now, maybe your job is uncertain, you have a health crisis, there are problems at home, whatever you're going through, I want to exhort you. If you take your time just to sit and look at the brighter spots, just like Apostle Paul, പൗലോസ് ചെയ്തതുപോലെ ഒന്ന് ഇരുന്ന് ദൈവം ഇതുവരെയും
നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ, I'll tell you, you will find enough reasons to rejoice, enough reasons to praise God. ഹെലൻ കെല്ലറിനെ കുറിച്ച് നമുക്കറിയാം. കണ്ണ് കാണാൻ പറ്റാണ്ട് ജീവിതകാലത്തിന്റെ ഒത്തിരി വർഷങ്ങൾ ജീവിച്ച ഒരു വ്യക്തിയാണ്. Look at what she's saying. I can see, and that is why I can be happy in what you call the dark, but which to me is golden. I can see a God-made world, not a man-made world. പ്രിയപ്പെട്ടവരെ, ഈ ഹെലൻ കെല്ലർ പറഞ്ഞു, the Lord has given me so much in my life, and I don't want to think about what the Lord has denied me. ദൈവം എനിക്ക് എത്രയോ കാര്യങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. ദൈവം എനിക്ക് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർക്കാനുള്ള സമയം എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, I just want to share my own story. In 2017, പെട്ടെന്നായിരുന്നു ഈ ഡയഗ്നോസിസ് നടന്നത്. അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെയും 2014, 15, 16 ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി ദൈവവചനം ശുശ്രൂഷിപ്പാനും കർത്താവിന് വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ച പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ഓടി നടന്ന വർഷങ്ങളാണ്. എന്നാൽ പെട്ടെന്നാണ് January 2017 they found out I have this neuroendocrine tumor. And then there was a lot of uncertainty. എന്തു ട്രീറ്റ്മെന്റ് എടുക്കണം, എന്തുവാ നടക്കേണ്ടത്, what should I follow? Next 6 to 7 months I went through a time of anxiety, very, very depressing thoughts. Okay, I was down in the pit. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ that's 7 or 8 months of continuous investigation, and the pressure on me made me feel that everything is over. I felt panic attacks a few times. ആ രീതിയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ I met a brother and I was getting some counseling from this dear brother. അപ്പൊ ഈ സഹോദരൻ എൻ്റെ അടുത്ത് ഒരു കാര്യം ഓർപ്പിച്ചു. You know what he told me? സഹോദര, അപ്പൊ ഞാൻ ആ സഹോദരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോ എൻ്റെ മനസ്സിലെ ഭാരങ്ങളാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മനസ്സിന്റെ പേടികളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, സഹോദര, എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ മക്കള്, അവർക്ക് ഒത്തിരി വയസ്സൊന്നും ആയിട്ടില്ല, കൊച്ചു പിള്ളേരാ. സോ ഐ എം മോർ വറീഡ് അബൌട്ട് ഓൺലി ദാറ്റ് ആസ്പെക്ട്. ഐ എം നോട്ട് വറീഡ് അബൌട്ട് എനിത്തിങ് എൽസ്. അപ്പൊ ആ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ no, I was actually sounding very, very hopeless. So that brother suggested me one thing. He said, സഹോദര, വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഇതുവരെയും ജീവിച്ചിരിക്കുന്ന ആ വർഷങ്ങൾ, you have lived so many years, okay? And you divide that life into 5 years block. 5 വർഷമായിട്ട് ഇതുവരെ നിങ്ങൾ ജീവിച്ച ആ ജീവിതം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ട് in each 5-year segment, write about 2 things that you can thank God for. ഒവ്വൊരു 5 വർഷത്തിന്റെ ആ ബ്ലോക്കില് ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് 2 കാര്യങ്ങൾ ഒന്ന് ഓർത്ത് എഴുതാൻ പറ്റുമോ എന്ന് പറഞ്ഞു. You know what? I did that. ഞാൻ അന്ന് രാത്രി വീട്ടിൽ വന്നിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് എൻ്റെ ജീവിതത്തില് ആ ജനിച്ച ദിവസങ്ങൾ തുടങ്ങി എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ 5 വർഷങ്ങളിൽ 2 പോയിന്റ് വെച്ച് ഞാൻ എഴുതി. എൻ്റെ ജീവിതത്തിൽ നന്ദി പറയുവാൻ വേണ്ടി, സന്തോഷിക്കുവാൻ വേണ്ടി ദൈവം എന്താ ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ എനിക്ക് പറ്റി. പ്രിയപ്പെട്ടവരെ, I want to say this. At the end of that exercise, my heart was full of joy and gratefulness. ഞാൻ ഈ രീതി വരെ ചിന്തിച്ചു, ദൈവമേ, ഇനി എനിക്ക് 1 വർഷം പോലും ജീവിക്കുവാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും എനിക്ക് നിന്നോട് കുറവ് പറയുവാൻ എനിക്ക് ഒന്നുമില്ല. Because you have done so much. Brothers and sisters, I want to challenge you. If there is any spirit of grudge against God, if there is any bitterness in you, for whatever reason,
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചതും കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ദുഃഖം കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ച പ്രയാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ബിറ്റർനെസ് മനസ്സിൽ ഉണ്ടെങ്കിൽ, I want to challenge you and exhort you. Take time to count the blessings the Lord has given you. It will surprise you what the Lord has done. നിങ്ങളെ അത്ഭുതപ്പെടുത്തും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഓർക്കുമ്പോൾ. And I can surely tell you, you will find reasons, not one or two. You will find several reasons to praise God, to rejoice in the Lord. Let me move on to the next thing, what Paul is saying. You know what? ഈ ലേഖനം ഒന്ന് വായിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, Paul is not only saying that he could rejoice in the Lord, but Paul is writing to the Philippian church that I'm also able to be productive. I'm able to be productive. ഒന്ന് വായിച്ചു നോക്കി, 3 വാക്യങ്ങൾ പെട്ടെന്ന് ഒന്ന് വായിക്കട്ടെ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 12, 13 and 14. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ മലയാളത്തിൽ അതൊന്ന് വായിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വേഴ്സ് 12, 13 and 14, chapter 1. I want you to know, brothers, that what has happened to me has really served to advance the gospel, so that it has become known throughout the whole imperial guard and to all the rest that my imprisonment is for Christ. And most of the brothers, having become confident in the Lord by my imprisonment, are much more bold to speak the word without fear. പ്രിയപ്പെട്ടവരെ, പൗലോസോട് പറയുന്നത്, യെസ് ഐ എം ബൗണ്ട്. പൗലോസ് അത് നിഷേധിക്കുന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഐ എം അഫ്ലിക്റ്റഡ്, ഐ എം ബൗണ്ട്, ഐ എം അഫ്ലിക്റ്റഡ്, ഐ എം ആങ്ഷ്യസ്. എന്നാൽ ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ മുടങ്ങിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദാറ്റ്സ് ദ ചാലഞ്ച് ഫോർ യു ആൻഡ് മീ ടുഡേ. പലപ്പോഴും എന്തോ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും എന്തോ പറഞ്ഞാൽ വി ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ഇത്ര നാളും നമുക്കുണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഇസ് ഗോൺ. ഇത്ര നാളും കർത്താവിനെ സ്നേഹിച്ച ആ സ്നേഹത്തിന് ചിലപ്പോൾ കുറവുകൾ സംഭവിക്കാം. ചിലപ്പോൾ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതിൽ ചിലപ്പോൾ നമുക്ക് ചില കുറവുകൾ സംഭവിക്കാം. കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്കൊരു ബാക്ക് സ്ലൈഡിങ് സിറ്റുവേഷൻ ഉണ്ടാകാം. That is natural response when you are going through something very difficult. പൗലോസിന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പാസ്റ്റ് ചിന്തിക്കുമ്പോൾ വെരി വെരി ട്രോമാറ്റിക് എക്സ്പീരിയൻസസ്. പ്രസന്റ് ചിന്തിച്ചു നോക്കുമ്പോൾ ഇത് എന്ന് അവസാനിക്കും എന്നുള്ളത് പൗലോസിന് അറിയില്ല. നീണ്ടു പോവാണ്. ഫ്യൂച്ചർ ചിന്തിച്ചു നോക്കുമ്പോൾ താൻ വിടുവിക്കപ്പെടുവോ അല്ലെങ്കിൽ മരണത്തിന് തന്നെ ഏൽപ്പിക്കോ, ടോട്ടലി അൺസർട്ടൻ. എന്നാൽ ഇതൊക്കെ നടക്കുന്ന സമയത്തും പ്രിയപ്പെട്ടവരെ, ദൈവം പൗലോസിനെ ഏൽപ്പിച്ച കാര്യം പൗലോസ് ആ ബുദ്ധിമുട്ടുകളുടെ ഇടയ്ക്കും പ്രയാസങ്ങളുടെ ഇടയിലും നിന്നുകൊണ്ട് തന്നെയും അത് തുടർന്ന് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് വരുന്ന ചാലഞ്ച്. Look at that. He continued to share the gospel to people who guarded him. ഇത്ര നാളും വെളിയിൽ പോയി കർത്താവിനെ കുറിച്ച് പറയുവാൻ പൗലോസിന് അവസരമുണ്ടായിരുന്നു. ഇപ്പോൾ ആ അവസരം നഷ്ടപ്പെട്ടു. 4 ചുവരിന്റെ ഇടയിലാണ് പൗലോസ്. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പൗലോസ് ഇപ്പൊ നോക്കുമ്പോൾ ഒരു അവസരമേ ഉള്ളൂ. തന്നെ മോണിറ്റർ ചെയ്യുവാൻ നിൽക്കുന്ന ആ റോമൻ സോൾജേഴ്സ്, അവർക്ക് ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അവർക്ക് കർത്താവിന്റെ സ്നേഹം പറഞ്ഞു കൊടുത്തു. തന്റെ ജീവിതം അവരെ കാണിച്ചു കൊടുത്തു. സോ വാട്ട് ഇസ് ദ റിസൾട്ട്? പ്രിയപ്പെട്ടവരെ, 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, ലാസ്റ്റ് വാക്യത്തിൽ വന്നു കഴിഞ്ഞാല് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യു നോ വാട്ട് ഇസ് റിട്ടൺ ദർ? Paul, whenever he writes a letter, he has this habit of including those believers who are with him. ആ സമയത്ത് തന്റെ കൂടെ ഇരിക്കുന്ന വിശ്വാസികളെയും ചേർത്താണ് പൗലോസ് പലപ്പോഴും ലേഖനം എഴുതി തീർക്കാറുള്ളത്. അപ്പൊ ഈ ഫിലിപ്പിയ ലേഖനം എഴുതി തീർക്കുമ്പോൾ പൗലോസ് പറയുക, those who are in the Caesar's household
brothers and sisters who are in the Caesar's household, they are also sending their greetings to you. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഈ 2 വർഷം ആ വീട്ട് തടവിൽ നിൽക്കുന്ന സമയം കൊണ്ട് ഒരു ചിലരെ കർത്താവിന് വേണ്ടി നേടുവാൻ പൗലോസിനിടയായി. Continue to share the gospel to people who guarded him. Nobody could stop. പൗലോസിന്റെ ബുദ്ധിമുട്ടുകളിന് പൗലോസിനെ ഈ കാര്യത്തിൽ പിടിച്ചു നിർത്തുവാൻ പറ്റിയില്ല. He continued to share the gospel. And look at the next one. Look at the next one. Continue to edify and encourage brothers and sisters who visited. ഒരു ചിലര് പൗലോസിനെ ചെന്ന് കണ്ടു. പൗലോസിന് പുറത്തിറങ്ങാൻ പറ്റൂല, വീട്ടിൻ തടവിലാണ്. എന്നാൽ ഒരു ചിലരെ സ്വീകരിക്കാൻ പറ്റും. Some people could visit Paul, okay, be with him and all that. So here in verse 14 we read, whoever visited Paul, they returned edified and encouraged. എന്തൊരു ശുശ്രൂഷയത്! What a wonderful ministry. He himself is going through such a difficulty, affliction and anxiety, yet he is able to edify others. He is able to encourage brothers and sisters to live boldly for the Lord. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം തടവിലായാലും പൗലോസ് സമയം പാഴാക്കിയില്ല. And I am pretty confident that he wrote many letters. താൻ ശുശ്രൂഷ ചെയ്ത് പല സഭകൾക്കും പൗലോസ് പല എഴുത്തുകൾ, കറസ്പോണ്ടൻസ് നടത്തി കാണും. അതിൽ പരിശുദ്ധാത്മാവ് 4 ലേഖനങ്ങൾ നമുക്ക് വേണ്ടി അത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പുതിയ നിയമത്തില്. And what a blessing. തന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, തന്റെ പ്രയാസങ്ങളിൽ നിന്ന് പൗലോസിന്റെ ശുശ്രൂഷയിൽ കൂടെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എത്ര മഹത്വമായ ശുശ്രൂഷയാണ്. Can you imagine that Paul would have ever thought about it? That some of the letters that he is writing to churches like Philippines, Ephesians, Colossians, and to some individuals like Philemon would one day become a blessing to millions and millions of believers throughout the church period. What a blessing. പ്രിയപ്പെട്ടവരെ, this is a big challenge. എന്താണെന്നറിയോ? Serving God in the midst of our personal suffering and trial. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, കഷ്ടതകൾ, ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കർത്താവിനെ സേവിക്കുക. If you know, serving God in the midst of our personal tragedy, personal trial and suffering, it's a big challenge. Now, recently I came across a small prayer letter in which I read the story of this sister. Her name is Prashanti. In 2020, February, she was diagnosed with anorectal cancer. And then now she had to go through several treatments, one after other. And recently, they had to remove the whole rectum area. She has got a colorectal, colostomy bag. But you know what, brothers and sisters? During her time of affliction, in spite of that, തനിക്ക് പലരും സഹായിച്ചതിന്, തൻ്റെ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടി പലരും കൊടുത്ത ആ കാര്യങ്ങളിൽ നിന്ന് she took a major portion of that money. She recently sent that to missions in India. ഈ കോവിഡ് സമയത്തിൽ കഷ്ടപ്പെടുന്ന പലർക്കും സഹായത്തിന് വേണ്ടി തനിക്ക് മറ്റവർ കൊടുത്ത ആ ഹെൽപ്പിന്ന് she had the heart to help other people. And this, I believe, is serving God in the midst of personal tragedy. And I am concluding here. There is a secret to this kind of life. ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യം, how do you rejoice in spite of difficulties? How do you continue to serve God? How do you continue to be productive? How do you continue to be a blessing to others in spite of what you're going through? There must be a secret to this kind of life.
പ്രിയപ്പെട്ടവരെ, അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. I want to read that verse. With that we'll conclude. Verse 12. Going back to verse 12 again. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. But I want you to know, brethren, that the things which happened to me have actually turned out for the furtherance of the gospel. പ്രിയപ്പെട്ടവരെ, I hope you're listening to me. You know what Paul is writing here? The things which happened to me. എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും, it's in plural. I want you to note that. Things. It's in plural. പൗലോസ് ഇപ്പോ തിരിച്ചു നോക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ഇതുവരെയും അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം തുടങ്ങി 28-ാം അധ്യായം വരെയും തന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും പൗലോസ് ഇപ്പൊ കാണുമ്പോൾ പൗലോസ് പറയുക, ഇതെല്ലാം എന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. എന്റെ ജീവിതം അത് തകർത്ത് കളയുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ there is someone who actually turned out all these things for my good and for his ultimate glory. പ്രിയപ്പെട്ടവരെ, it is all about the end. How do you see your life? നമ്മുടെ ജീവിതത്തിന്റെ ആ കാഴ്ചപ്പാട് എന്താണ്? You know how Paul looked at his life? എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ കടന്നു പോകുന്ന ഇതെല്ലാം തന്നെയും ഇത് മാറ്റി മറിക്കുവാൻ സാധ്യമുള്ള ഒരു ദൈവമുണ്ട്. It may be a tragedy, but I know there is a God who is able to turn out my tragedy into my ultimate good and for his ultimate glory. പ്രിയപ്പെട്ടവരെ, ഇതിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ ഇടയ്ക്കും ദൈവത്തിൽ സന്തോഷിക്കുവാനും കർത്താവിൽ സന്തോഷിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും ആ വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഈ ഉറപ്പുള്ളവർക്ക് എന്റെ ദൈവം സോവറിനാണ്. മൈ ഗോഡ് ഇസ് സോവറിൻ. There is nothing that is going to happen in my life without his knowledge and permission. അവൻ അറിയാതെ, അവൻ പെർമിഷൻ കൊടുക്കാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ not only he knows, he can use that. He can use that broken pieces of my life for my good, which I may or may not know in this earthly life, and for his glory. You know what? I've been fascinated about this woman's life. Fascinated. And I praise God for her life. Joni Eareckson Tada. If you get a time, please go through her life story. You'll find plenty of material on the Google. She was paralyzed below her neck. കഴുത്തിന്റെ താഴെ ഒരു ചലനം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ തന്റെ ഇളയ പ്രായത്തിൽ, very young age, she had an accident, diving an accident. ആ ആക്സിഡന്റില് she lost sensation below her neck. Medically, this is called as quadriplegic. Nothing moves. For the rest of her life, even for the minute aspect of her life, she needs to depend on other people. തന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വേറെ ഒരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ. You know what? Last 50 years, she has been on the wheelchair. തന്റെ ജീവിതം മൊത്തം വീൽ ചെയറിലായിരുന്നു. ഇപ്പൊ ഈ സഹോദരിക്ക് 70 വയസ്സിൽ കൂടുതലുണ്ട്. 50 years on wheelchair. അത് മാത്രമല്ല, if you'll read through her life, a difficult life. Whole body, she went through pain. And then recently, I think a few years back, she had breast cancer, went through all chemo, radiation. Yet, you know what? This is what she says. My wheelchair was the key to seeing all this happen. Especially since God's power always shows up best in weakness. So here I sit, glad that I have not been healed on the outside, but glad that I have been healed on the inside, healed from my self-centered wants and weakness. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, 50 വർഷം ഒരാളെ വീൽ ചെയറിൽ വെച്ചുകൊണ്ട്
ദൈവത്തിന് എങ്ങനെ മഹത്വം കിട്ടാനാ? പ്രിയപ്പെട്ടവരെ, if you read through her story, you'll realize her brokenness, her disability, God used it to touch and transform hundreds of disabled people all across the globe. She formed, along with her friends, she formed a ministry that caters to disabled people all across the world. Wheels for the world. ജോണിയോട് ചോദിച്ച ജോണി പറയും, you know what she will say? I rejoice. I rejoice for what has happened in my life. You ask Paul, he will say, I rejoice because of what happened in my life for these reasons. What a challenging life of Apostle Paul's. Brothers and sisters, I just want to encourage you, based on what we meditated today, no matter what happens in your life, have this perspective that our God is sovereign and he knows how to use even our broken pieces of our lives for your good, for my good, and for his ultimate glory. May the Lord bless these words to our hearts. May his name be glorified.